ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പൈത്തൺ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മൊഡ്യൂൾ 4 നിൽക്കുകയാണ്. നേരത്തെ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് തിരിച്ചു വരിക. നിങ്ങൾക്ക് KTUവിൻ്റെ എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് ഉറപ്പാക്കാൻ പറ്റുന്ന വീഡിയോ സീരീസാണിത്. അപ്പോൾ നോക്കാം. ഞാൻ പറയും, നിങ്ങളുടെ KTU സെമസ്റ്റർ എക്സാമിൽ, ഫൈനൽ എക്സാമിൽ 15 മാർക്കും ഏറ്റവും കൂടുതൽ 100% ഷുവറായിട്ട് ഒപ്പിക്കാൻ പറ്റുന്ന മൊഡ്യൂളാണ് മൊഡ്യൂൾ 4. കാരണം ആകെ ഇത്രയും അപ്രോച്ചുകൾ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്താണ് ചെയ്യേണ്ടത്? ഓരോ അപ്രോച്ച് ഇപ്പോൾ നോക്കാം. കമ്പ്യൂട്ടേഷണൽ അപ്രോച്ച്, പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഷണൽ അപ്രോച്ചാണ്. ഇതൊക്കെ വരുന്നുണ്ട്. ബ്രൂട്ട് ഫോഴ്സ് വളരെ സിമ്പിൾ ആയിട്ടൊരു മെത്തേഡാണ്. ഡിവൈൻ ആൻഡ് കോൺക്വർ ഉണ്ട്. ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉണ്ട്. ഗ്രീഡി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ്. റാൻഡമൈസ്ഡ്, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ്. ഈ രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്ന ബ്രൂട്ട് ഓഫ് ഫോഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരു തിയറി ലെവലിൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ, ഒരു ന്യൂമറിക്, ഒരു കോഡിങ് വരുമ്പോൾ അത് ഒന്നെങ്കിൽ ഗ്രീഡി അല്ലെങ്കിൽ റാൻഡമൈസ്ഡ് ആയിരിക്കും. സോ അതെന്തായാലും നിങ്ങൾ ഇതെല്ലാം, ഇതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം, ഇതിൻ്റെ മെത്തേഡ് പഠിക്കണം, ഇതിൻ്റെ അതിനുശേഷം ഇതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇൻ കേസ് നോട്ടില്ല എങ്കിൽ നമ്മുടെ വാട്സാപ്പ് കമ്മിറ്റിയിൽ ജോയിൻ ചെയ്ത് അതിൽ കാണിച്ചിരിക്കുന്ന ഡീറ്റെയിൽസിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി അല്ലേ, കഴിഞ്ഞ വീഡിയോസിലൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് നോട്ട്സ് വരും. ഇനി നോക്കിയേ, ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മോട്ടിവേഷൻ ഫോർ യൂസിങ് റാൻഡമൈസ്ഡ് അപ്രോച്ച് ഇൻ പ്രോബ്ലം സോൾവിങ്? ഇതൊരു 3 മാർക്കിൻ്റെ തിയറി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ റാൻഡമൈസ്ഡിൻ്റെ തിയറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, 3 മാർക്ക് ഇത് കിട്ടും. അൽഗോരിതം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഡിജിറ്റ് ന്യൂമറിക് പാസ്വേഡ് ഒരാൾ മറന്നുപോയി, അത് റിക്കവർ ചെയ്യാനുള്ള അൽഗോരിതം എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യണം. ഇതിന് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏത് അപ്രോച്ചാണ് എന്ന് നിങ്ങൾ പഠിച്ച അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കണം. അതിനനുസരിച്ച് നിങ്ങൾ അൽഗോരിതം എഴുതണം എന്നുള്ളതാണ്. ഇവിടെ നോക്കിയേ, എക്സ്പ്ലെയിൻ മെമ്മറൈസേഷൻ ആൻഡ് ടാബുലേഷൻ ടെക്നിക് ഇൻ ഡൈനാമിക് പ്രോഗ്രാമിംഗ്. നമ്മൾ പറഞ്ഞ മറ്റൊരു മെത്തേഡ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. ഇത് എത്ര മാർക്കിനാണ് ചോദിച്ചതെന്നറിയോ? 4 മാർക്കിനാണ്. അവിടെയും കാൽക്കുലേറ്റിംഗ് nth ഫിബൊനാച്ചി സീരീസിലെ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു മറ്റൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഒന്നെങ്കിൽ റാൻഡമൈസ്ഡ് അല്ലെങ്കിൽ ഗ്രീഡി വരുന്നു. ഇവിടെ നോക്കിയേ, നമുക്ക് ഗ്രീഡി അൽഗോരിതം വെച്ചിട്ട് ഡിറ്റർമൈൻ ചെയ്യാനാണ് മാക്സിമം നമ്പർ ഓഫ് ടാസ്ക് യു ക്യാൻ കംപ്ലീറ്റ് അറ്റ് എ ഗിവൻ ടോട്ടൽ ടൈം ലിമിറ്റ്. തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അറേ തന്നിട്ടുണ്ട്, പോസിറ്റീവ് ഇൻഡിജേഴ്സിൻ്റെ അറേ തന്നിട്ടുണ്ട്. ഓരോ ഇൻഡിജേഴ്സും ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് ദ ടാസ്ക്. ആ രീതിയിൽ തന്നിട്ട് നിങ്ങൾ ഈ ഗ്രീഡി അൽഗോരിതം വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സോ നമ്പർ ഓഫ് ടാസ്ക് യു ക്യാൻ കംപ്ലീറ്റ് അറ്റ് എ ഗിവൻ ടോട്ടൽ ടൈം ലിമിറ്റ് ആണ്. അപ്പോൾ അതിനുശേഷം ഓരോ സ്റ്റെപ്പിനും നിങ്ങളുടെ റീസണും പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതൊരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു തരത്തിൽ എക്സാമ്പിൾസ് ചെയ്ത് പരിചയമുണ്ട് എങ്കിൽ അത് എഴുതിയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും അപ്രോച്ചുകൾ പഠിക്കുക എന്നുള്ളതിലുപരി വേറെ ഒന്നും മൊഡ്യൂൾ 4 ഇല്ല. സോ കൂടുതൽ ക്വസ്റ്റ്യൻസിനും അതുപോലെ തന്നെ നോട്ട്സിനും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.